ഹായ് ഫ്രണ്ട്സ്, സുജു ടെക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ടെക്കൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ കുഞ്ഞൻ മത്തി കൊണ്ട് എങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കാന്നുള്ള ഒരു ഐഡിയ ആയിട്ട് വന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് വിടാം. വീഡിയോയ്ക്ക് വിടാനായിട്ട് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് വിടാൻ നോക്കും. അപ്പോൾ ഫ്രണ്ട്സ്, കുഞ്ഞമ്മത്തി തോരന് കുഞ്ഞമ്മത്തി നന്നാക്കി എടുക്കുക. നല്ല ചെറിയ മത്തി വേണം കേട്ടോ. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ തേങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില. ഈ സാധനങ്ങളെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുക്കണം, ചതച്ചെടുക്കണം. നല്ല ചതയാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ അമ്മിയുമിട്ട് ചതയ്ക്കാവും നല്ലത്. ഞാൻ മിക്സിയിലാണ് ഇട്ടത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, പിന്നെ തേങ്ങ, ഈ സാധനങ്ങൾ പൊരിക്കാം. ഇത് നമ്മൾ കുടംപുള്ളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കുടംപുള്ളി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല, നമ്മൾ കുടംപുള്ളി എന്നാണ് പറയുക. അപ്പോൾ അതാ നമ്മൾ തേങ്ങയും പച്ചമുളക്, ഇഞ്ചിയും, വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മീനിലേക്ക് നമുക്കത് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായി കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുക. നമ്മളെ വീഡിയോ എടുത്തൊന്ന് തല തിരിഞ്ഞ് പോയി. അത് ക്യാമറ ഞാൻ താഴ്ത്തി പിടിച്ചപ്പോൾ ആയ പ്രശ്നമാണ്. പലരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളിത് തേങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്, തേങ്ങ അരച്ചത്. ഇനി നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല മീനിൽ നന്നായിട്ട് പിടിക്കണം, കുഞ്ഞമത്തിയിൽ നന്നായിട്ട് പിടിക്കണം. കുഞ്ഞമത്തി എന്ന് ഞങ്ങളവിടെ പറയുക, നിങ്ങളവിടെ ചാള, ചിലയിടത്ത് ചാള എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങളവിടെ ചെറിയ മത്തിയാണിത്. അപ്പോൾ ഇന്നലെ ചെറിയ മത്തി കിട്ടി, അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ ടെക്കൊന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോ, നമ്മളെ കുറേ ചേച്ചിമാരും കുറേ കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ഒരു കാണാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ നമ്മളെ കുടംപുളിയാണ് അടുത്ത് ചേർക്കാൻ പോണത്. കുടംപുളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾ പറഞ്ഞ് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടയ്ക്കൊന്ന് ചെയ്യുന്നൊക്കെ ഫ്രണ്ട്സും ഇവരൊക്കെ. അപ്പോൾ നമ്മളൊരു ഏട്ടനൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പോഴൊക്കെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ പുറത്തുള്ള അടുപ്പാട്ടോ. അപ്പോൾ അതിലൊന്ന് വെച്ചിട്ടുണ്ട്. പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല അതിലൊന്ന് ഇട്ട് കൊടുക്കാം. തണ്ടൊക്കെ പൊട്ടിച്ചിട്ട് വേപ്പില ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ടൊരു പാത്രം കൊണ്ട് നന്നായി അടച്ചിക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, വെള്ളമൊന്നും ഒഴിക്കണ്ട. അപ്പോൾ അതാ ഒന്ന് തിളച്ച് റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതാ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇറക്കണ സമയത്ത്. കുറച്ച് നേരം വെന്ത് കഴിഞ്ഞാൽ ഇത് എടുക്കാം. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇറക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് ഇറക്കി വയ്ക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് അടി പിടിക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് കരിയണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ചെറുതായിട്ടൊന്ന് കരിയണം, നമ്മളെ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് കരിയുക, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ചൂടൊന്ന് വിടണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ പച്ച വെളിച്ചെണ്ണ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു വാഴയിലൊക്കെ വെട്ടിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്, ഒരു ഭംഗിയായിക്കോട്ടെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മത്തിത്തോരൻ, ചാളത്തോരൻ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇത് പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം നമ്മൾ ടേസ്റ്റ് ചെയ്യലാണ്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, സംഭവം തുറന്നപ്പോൾ നല്ല മണം കേട്ടോ, ഒരു രക്ഷയില്ല, വായന്ന് വെള്ളം വരികയാണ്. അപ്പോൾ നല്ല മണമുണ്ട്. പക്ഷേ ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല.
അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മണൊക്കെ ഉണ്ട്. ഇനി ഇത് എന്താ കഴിക്കാൻ എന്താ പാടുന്ന അറിയില്ല. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊക്കെ പോരായ്മകളുണ്ട്. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് നമ്മളെ മത്തി തോരൻ. കുഞ്ഞമ്മത്തിയാണ്, കുഞ്ഞമ്മത്തി തോരൻ. അപ്പം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് കുറച്ച് പോരായ്മകളുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി അടിപൊളിയായി ഉണ്ടാക്കുക. ഇതിൽ കുറച്ച് സാധനങ്ങൾ ചേർത്തത് കുറഞ്ഞിട്ടും കൂടിയിട്ടായി പോയതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളി സാധനമാണ്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെ കുഴപ്പമില്ല. കുറച്ച് അവിടെ ഇവിടെ എന്തൊക്കെ കുറഞ്ഞു പോയത്, ആ ഒരു പോരായ്മ മാത്രം, അല്ലാതെ അടിപൊളിയാണ്. അത് വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ഒക്കെ നല്ല കറക്റ്റാക്കി ചേർത്തിട്ട്, ചേരുവകളൊക്കെ കറക്റ്റായി ചേർത്തിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നാണ് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തത്. നമ്മൾ ഫുള്ള് ടെക് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്ത് ചെറിയൊരു തട്ടിക്കൂട്ടി വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.